മുല്ലപ്പെരിയാർ നാളെ തുറക്കാനിരിക്കെ പെരിയാർ തീരത്തെ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി തുടങ്ങി. നിരവധി കുടുംബങ്ങളാണ് ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറിയത്. 29-ാം തീയതി നാളെ രാവിലെ 7 മണിക്ക് മുല്ലപ്പെരിയാർ ഡാം തുറന്നുവിടുകയാണ്. ഡാമിന്റെ തീരത്ത് താമസിക്കുന്നവർ കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി കഴിയണമെന്നും. ഡാം തുറക്കുന്നതിന് മുന്നോടിയായി പെരിയാർ തീരത്തുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി തുടങ്ങി. നിരവധി കുടുംബങ്ങളാണ് ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമായി മാറിയത്. വർഷകാലത്ത് സ്വാഭാവികമായി ജലനിരപ്പ് ഉയർന്ന് പെരിയാർ കരകവിഞ്ഞാൽ വെള്ളം കയറുന്ന നൂറുകണക്കിന് വീടുകളാണ് പെരിയാർ തീരങ്ങളിലുള്ളത്. ആശങ്ക വേണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും സുരക്ഷിത സ്ഥാനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഓരോ കുടുംബങ്ങളും. 2018 വെള്ളപ്പൊക്കത്തിന് ഞങ്ങളുടെ വീടും വീട്ടിലുള്ള സാധനങ്ങളും മൊത്തം നഷ്ടപ്പെടുന്നതാണ്. ഇപ്പം മുല്ലപ്പെരിയാറിലെ വെള്ളം 138 അടി കവിഞ്ഞെന്ന് പറയുന്ന കേട്ടു. അതുകൊണ്ട് ഞങ്ങൾ ആകപ്പാടെ ഭയങ്കര പേടിയിലാണ് ഇവിടെ കഴിയുന്നത്. തീരത്തുള്ള കുടുംബങ്ങളെ അധികൃതർ മാറ്റി താമസിപ്പിച്ചു തുടങ്ങി. പീരുമേട്, ഇടുക്കി, ഉടുമ്പൻചോല താലൂക്കുകളിലെ 7 വില്ലേജുകളിലായി 883 കുടുംബങ്ങളെയാണ് മാറ്റി താമസിപ്പിക്കുക. ഇതിനായി 20 ക്യാമ്പുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഉയർന്ന പ്രദേശങ്ങളിലെ സ്കൂളുകൾ, ദേവാലയങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 മുല്ലപ്പെരിയാർ. ഏതു നിമിഷവും ഒരു മല തലയ്ക്ക് മുകളിലേക്ക് പതിക്കുമെന്ന ഭീതിയിലാണ് പത്തനംതിട്ട അടൂർ വയല നിവാസികൾ. മലമുകളിലെ വൻ ക്വാറിയിൽ കെട്ടിനിൽക്കുന്ന ജലമാണ് ഈ ഗ്രാമത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. മഴ ശക്തമായതും പാറമടയിലെ ജലനിരപ്പ് ഉയർന്നതും ഇവരെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. ഒരു നാടിനെ ഇല്ലായ്മ ചെയ്യാൻ ഇത് മതി. താഴോട്ടുള്ള 10-60 കുടുംബങ്ങൾ മുഴുവൻ ഇത് പൊട്ടിയാൽ ഒലിച്ചു പോയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ജീവനും സ്വത്തും മുഴുവൻ പോയിരിക്കും. അടൂർ ഏറത്ത് പഞ്ചായത്തിലെ വയലാ നിവാസികളുടെ ആശങ്കയാണിത്. പലരും ഇപ്പോൾ രാത്രിയിൽ ഉറങ്ങാറില്ല. വയല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സ്വയമുള്ള മലയുടെ മുകളിലെ വൻ കോറിയിൽ കെട്ടിനിൽക്കുന്ന ജലമാണ് ഇവർക്ക് ഭീഷണിയാകുന്നത്. 60ഓളം കുടുംബങ്ങളാണ് ഭീഷണി നേരിടുന്നത്. വൻ ദുരന്തം മുന്നിൽ കണ്ട് പ്രദേശവാസികൾ നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. മാറി താമസിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമെന്നും കൃഷി അടക്കമുള്ള ഉപജീവന മാർഗങ്ങൾ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകുമെന്നും നാട്ടുകാർ ചോദിക്കുന്നു. ഞങ്ങളെ പ്രായമായ അച്ഛനെയും അമ്മയും തീരെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കന്നുകാലികളെയൊക്കെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് മാറി താമസിക്കാനാണ്? വളരെയധികം ഭീഷണിയിലാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. മഴ കനത്തതോടെ പാറമടയിൽ ജലനിരപ്പും ഏറെ ഉയർന്നിട്ടുണ്ട്. ദുരന്തമുണ്ടായാൽ ഒരു പ്രദേശം തന്നെ ഇല്ലാതാകും. അല്ലാണ്ട് ഇവിടെ നിൽക്കുന്ന ഈ സൈഡോട്ട് അങ്ങോട്ട് ഫുള്ള് പാറയൊന്നുമില്ല, ഫുള്ള് മണ്ണെടുത്തിട്ടേക്കുക. ആ മണ്ണെപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ താഴെ അങ്ങോട്ട് താമസിക്കാൻ ഞങ്ങളുടെ വസ്തുക്കളും അങ്ങോട്ട് പോകാൻ അവിടെ കുറേ വീട്ടുകാരുണ്ട്, അവർക്ക് പോകാനുള്ള വഴികളും എല്ലാം നശിച്ചു പോകും. വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തുലാവർഷം കൂടി വരികയാണെങ്കിൽ വയല 7ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സമീപപ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഒരു ഭീതിയുടെ അന്തരീക്ഷമാണ് ഇവിടെ നിലവിലുള്ളത്. 1 ഏക്കറോളം വിസ്തൃതിയുള്ള പാറമട വർഷങ്ങളായി ഉപയോഗശൂന്യമാണ്. ഐതിഹ്യപരമയുള്ള ശാസ്താംപാറയ്ക്ക് തൊട്ടടുത്താണിത്. ശാസ്താംപാറ പൊട്ടിക്കാനുള്ള നീക്കം വർഷങ്ങൾക്ക് മുമ്പേ നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് കോറി മാഫിയയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. വയനാട്ടിൽ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊന്ന കേസിലെ 6 പ്രതികൾ കീഴടങ്ങി. വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ചിലെ 58ലാണ് കാട്ടുപോത്തിനെ വേട്ടയാടിയത്. 4 മാസങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ കീഴടങ്ങിയത്. കോഴിക്കോട്, വയനാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. പ്രതികളെ മാനന്തവാടി കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ജൂലൈയിലാണ് സംഭവം. കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ ഗോത്രവിഭാഗം ജനതയുടെ നേതൃത്വത്തിൽ ഉപരോധം. ആശയ്ക്കും ഭൂമി ആദിവാസിക്ക് പദ്ധതി പ്രകാരം ജില്ലയിൽ കണ്ടെത്തിയ ഭൂമി ഉടൻ വിതരണം ചെയ്യണമെന്നാണ് ആവശ്യം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതി പ്രകാരം 150 ഏക്കർ ഭൂമിയാണ് സർക്കാർ കണ്ടെത്തിയത്. ഈ ഭൂമിയിൽ നിന്ന് 1 ഏക്കർ വീതം കൃഷിഭൂമി വിതരണം ചെയ്യണമെന്നാണ് ഗോത്രജന കൂട്ടായ്മയുടെ ആവശ്യം.
കൊല്ലം മഞ്ചലിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സംസ്കാരം നടത്തിയ സംഭവത്തിൽ മൃതദേഹം പുറത്തെടുത്തു. മരിച്ച വിവരം പോലീസിനെ അറിയിക്കാതെയാണ് സംസ്കരിച്ചത്. കൊല്ലം അഞ്ചൽ തടിക്കാട് മാഹിൻ മണിസലിൽ ബദറുദ്ദീന്റെ മൃതദേഹമാണ് കഴിഞ്ഞ ശനിയാഴ്ച സംസ്കരിച്ചത്. ബദറുദ്ദീന്റെ സഹോദരി ഷാഹിദ ഉന്നത പോലീസ് അധികാരികൾക്കും ജില്ലാ കളക്ടർക്കും നൽകിയ പരാതി തുറന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ ഉത്തരവായത്. കഴിഞ്ഞ 23-നാണ് ബദറുദ്ദീനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വയനാട് മുത്തങ്ങയിൽ മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് തോട്ടുമുക്കം സ്വദേശി ബോണി സെബാസ്റ്റ്യനെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 10.600 ഗ്രാം MDMA കണ്ടെടുത്തു. ചെക്ക് പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ VR ജനാർദ്ദന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊച്ചി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി പോലീസ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകൾ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖയിലാണ് ക്യാമറകൾ കണ്ണടച്ചതായി പോലീസ് തന്നെ പറയുന്നത്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന നഗരങ്ങളിലൊന്നാണ് കൊച്ചി. കൊച്ചി നഗരത്തിന്റെ മുഴുവൻ ചലനങ്ങളും കൺമുന്നിലാണെന്നായിരുന്നു പോലീസിന്റെ അവകാശവാദം. ഇതിനായി നഗരത്തിൽ തലങ്ങും വിലങ്ങുമായി 100ഓളം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. 63 ഫിക്സഡ് ക്യാമറകളും 36 മറ്റ് ക്യാമറകളുമാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ഉറപ്പിച്ചത്. 24 മണിക്കൂർ നിരീക്ഷണത്തിനായി കൺട്രോൾ റൂമുമായി ഇവ ബന്ധിപ്പിച്ചിരുന്നു. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതും പരിശോധനകളില്ലാത്തതുമാണ് ക്യാമറകളെല്ലാം ഒരുപോലെ നശിക്കാൻ കാരണം. ദിനവും നിരവധി കുറ്റകൃത്യങ്ങളും അപകടങ്ങളും നടക്കുന്ന കൊച്ചി നഗരത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങൾക്കായി പോലീസ് ആശ്രയിക്കുന്നത് വഴിയോരങ്ങളിലെ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകളെയാണ്. ഇത്തരം സുരക്ഷാ ക്യാമറ അടിയന്തരമായിട്ട് നന്നാക്കി പുനഃസ്ഥാപിക്കുക വേണം. അല്ലെങ്കിൽ അത് പോലീസിൻ്റെ പ്രവർത്തനം തന്നെയാണ് കാര്യമായി ബാധിക്കുന്നത്. കൊച്ചി പോലുള്ള നഗരത്തിൽ കുറ്റകൃത്യങ്ങളുടെ ഒരു നഗരം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ ഇത്തരം ക്യാമറകൾ നിലവിലുള്ളത് നന്നായിട്ട് പ്രവർത്തിക്കുകയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് സ്ഥാപിക്കുകയും വേണം. തകരാറിലായ ക്യാമറകൾ നന്നാക്കേണ്ട ചുമതല കെൽട്രോണിനാണ്. എന്നാൽ ഇതിനു മുൻപ് ക്യാമറകൾ നന്നാക്കിയതിന്റെ പണം നൽകാത്തതിനാൽ ഈ ചുമതല ഇപ്പോൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. കാര്യങ്ങൾ ഇത്ര കണ്ട ഗുരുതരമായിട്ടും ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പോ സർക്കാരോ ഇടപെട്ടിട്ടുമില്ല. ന്യൂസ് 18 കൊച്ചി. ശബരിമലയിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഒരുക്കങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 1 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. വലിയൊരു തുക വൈദ്യുതി ചാർജ് ഇനത്തിൽ ചെലവാകുമെന്നതാണ് പുതിയ നീക്കത്തിന് പിന്നിൽ. പമ്പ ഹിൽ ടോപ്പിലും ശബരിമല സന്നിധാനത്തുമാണ് സോളാർ വൈദ്യുതി നിലയങ്ങൾ ഉയരുക. 20 കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവള കമ്പനിയായ സിയാലിന്റെ സാങ്കേതിക സഹായമാണ് ഇതിനായി ഉറപ്പാക്കുക. വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ സിയാലിനെ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തി. ബോർഡ് പ്രതിനിധികൾ സിയാൽ ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തിക്കഴിഞ്ഞു. നിലയ്ക്കൽ, സന്നിധാനം എന്നിവിടങ്ങളിലെ കെട്ടിടങ്ങൾക്ക് മുകളിലാകും ആദ്യഘട്ടത്തിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുക. ഒരു 2 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ശബരിമലയിൽ ആവശ്യത്തിന് വൈദ്യുതി ഉണ്ടാകും. 136 ദിവസമാണ് ശബരിമല തുറന്നിരിക്കുന്നത്. മറ്റു ദിവസങ്ങളിൽ ലഭിക്കുന്ന വൈദ്യുതി KSEB ഗ്രിഡിലേക്ക് മാറ്റാൻ കഴിയും. 1 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശം. തീർത്ഥാടന കാലയളവിൽ 1 വർഷം വൈദ്യുതി ചാർജ് ഇനത്തിൽ 10 കോടി രൂപയാണ് ദേവസ്വം ബോർഡിന്റെ സാമ്പത്തിക ബാധ്യത. ഈ പ്രതിസന്ധി മറികടക്കുക എന്ന ലക്ഷ്യമാണ് സ്പോൺസർമാരെ കണ്ടെത്തിയുള്ള പുതിയ പദ്ധതിക്ക് പിന്നിൽ. ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും ദർശനത്തിനായി സ്ഥിരമായി എത്തുന്ന വ്യവസായികളെ നേരിക്കണ്ട് ബോർഡ് അംഗങ്ങൾ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് തൈക്കടപ്പുറത്ത് സുനാമി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടുകളിൽ ശുദ്ധജലം എത്തിക്കുന്നില്ല. 11 വർഷം മുൻപാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കായി ഇവിടെ 16 വീടുകൾ നിർമ്മിച്ചു നൽകിയത്. സുനാമി പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി തൈക്കടപ്പുറം സ്റ്റോറിൽ 11 വർഷം മുൻപ് നിർമ്മിച്ചു നൽകിയ വീടുകളിലാണ് ഇന്നും ശുദ്ധജലം എത്തിക്കാതെയുള്ള അധികൃതരുടെ അനാസ്ഥ. പൂഴി മാറ്റി ചകിരിയും മണ്ണും നിറച്ചു നികത്തിയ സ്ഥലത്ത് വീട് പണിതതിനാൽ ഇവിടുത്തെ വെള്ളം കുളിക്കാനോ നനയ്ക്കാനോ പോലും പറ്റില്ല. ഇവിടുത്തെ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം കുടിക്കുന്ന സമയത്ത് ഊർച്ചയും ചൂടാക്കി കുടിക്കുന്ന സമയത്ത് അതിൽ നീരാവി പോലത്തെ ഒരു ബ്ലഡ് പൊന്തുന്ന ഒരു വെള്ളത്തിൽ നിന്ന് പൊന്തുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ കുടിക്കാൻ പറ്റാതെ 16 കോളനിക്കാർ വിഷമത്തോടാണ് അനുഭവിക്കുന്നത്. ആദ്യം ഞങ്ങൾക്ക് മെയിനായിട്ട് കിട്ടേണ്ടത് കുടിവെള്ളമാണ്. 12 കൊല്ലമായി കുടിവെള്ളം കിട്ടാത്തത്. ഞങ്ങൾ പുറത്ത് പോയിട്ട് മറ്റവരെ ആട്ടും ഉപ്പും കേട്ടിട്ടാണ് ഈ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾക്കിപ്പം മെയിൻ. 16 വീടുകളിലായി 80ഓളം പേരാണ് ഇവിടെ കഴിയുന്നത്.
കോളനിക്ക് സമീപത്തായി കഴിയുന്ന കുടുംബങ്ങളും ശുദ്ധജലക്ഷാമം അനുഭവിക്കുന്നുണ്ട്. പഴയ മണ്ണ് നീക്കം ചെയ്ത് കപ്പടിയും ചേരിയും നികത്തിയാണ് സ്ഥലം ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് കുടിവെള്ളത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ മുനിസിപ്പാലിറ്റി ഒരു ഫണ്ട് വെച്ച് പുറത്തുനിന്ന് ഒരു പമ്പ് ചെയ്ത് സുനാമിക്കകത്തേക്ക് കോളനിക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയാൽ മാത്രമേ ശാശ്വതമായ പരിഹാരം കാണുള്ളൂ. നീലേശ്വരം പഞ്ചായത്തായിരുന്ന കാലത്ത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് നിർമ്മിച്ചതാണ് വീടുകൾ. പ്രദേശത്ത് കിണറുകുത്തി വെള്ളമെടുക്കാനാകാത്തതാണ് അടിസ്ഥാന പ്രശ്നം. നഗരസഭ ഇടപെട്ട് പ്രദേശത്ത് കുടിവെള്ള പദ്ധതി തുടങ്ങണമെന്നാണ് കോളനി നിവാസികളുടെ ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശം അവഗണിച്ച് കുട്ടികൾ കടലിൽ കുളിക്കുന്നത് പതിവാകുന്നു. കുട്ടികളെ കടലിൽ ഇറക്കിവിട്ട് മാതാപിതാക്കൾ കരയിൽ നിൽക്കുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ഒട്ടേറെ വിനോദസഞ്ചാരികളാണ് ദിവസേന പയ്യാമ്പലത്ത് എത്തുന്നത്. കുട്ടികളുമായി എത്തുന്നവർ മണിക്കൂറുകളോളം കടലിലും കരയിലുമായി ചിലവഴിക്കും. കുട്ടികളെ കടലിൽ ഇറക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ടെങ്കിലും ആരും അത് ഗൗനിക്കാറേയില്ല. സുരക്ഷാ ജീവനക്കാരുടെ വാക്കുകൾ അപ്പാടെ അവഗണിച്ചാണ് പലരും കുട്ടികളെ കടലിലേക്ക് ഇറക്കിവിടുന്നത്. ഒരുപാട് കുട്ടികൾ കൂട്ടത്തോടെ വന്ന് കുളിക്കാറുണ്ട്. അവരെല്ലാം ചിലർ അനുസരിക്കുന്നു. കൂടുതൽ ആൾക്കാർ 90% അനുസരിക്കാത്ത കുട്ടികളുമാണ്. മാതാപിതാക്കൾ പോലും അതിനെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നിർദ്ദേശം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് ഉള്ളത്. പക്ഷേ അവർക്ക് സ്വിം ചെയ്യാൻ പോലും അറിയില്ല. എന്താണ് കടലിൻ്റെ പ്രതിഭാസം ഏത് സമയത്തും മാറുന്നതാണെന്നുള്ളതൊന്നും അവർക്കറിയില്ല. ഈ വെള്ളം തിരമാല ഇങ്ങോട്ടല്ലേ കരക്കേക്കല്ലേ വരുന്ന കുറേ ആൾക്കാർ ഈ തിരമാല വരുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ടെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ലല്ലോ. ഒറ്റനോട്ടത്തിൽ ശാന്തമാണെങ്കിലും അപകടകരമായ ഒട്ടേറെ ചുഴികളാണ് ബീച്ചിലും പരിസരത്തുമുള്ളത്. എല്ലാ വർഷവും ഇവിടെ അപകട മരണങ്ങളും നടക്കുന്നുണ്ട്. സഞ്ചാരികളോട് മാന്യമായി പെരുമാറണമെന്ന് കർശന നിർദ്ദേശമുള്ളതിനാൽ ലൈഫ് ഗാർഡ്മാർക്കും പരിമിതികളുണ്ട്. കിലോമീറ്ററുകൾ പരന്നുകിടക്കുന്ന കടൽ തീരത്ത് 2 ലൈഫ് ഗാർഡ്മാരുടെ സേവനമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് 18 കണ്ണൂർ. ആണിയും നൂലും ഉപയോഗിച്ച് ചിത്രം നിർമ്മിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഇടുക്കി കട്ടപ്പന ചപ്പാത്ത് എബെസ് ജോൺസ് ആണ് വേറിട്ട ചിത്രരചനയിലൂടെ ശ്രദ്ധേയനാകുന്നത്. ചിത്രകലയുടെ വേറിട്ട മുഖം നൂലിലൂടെ വരയ്ക്കുകയാണ് ഇടുക്കിക്കാരനായ ഏബൻസ്. ബോർഡിൽ നൂലുകൾ പാകി യുവതിയുടെ മുഖമാണ് കട്ടപ്പന സ്വദേശി ഏബൻ നെയ്തെടുത്തത്. ദൂരെ നിന്ന് കണ്ടാൽ ഒരു 3D ചിത്രമാണെന്നേ തോന്നൂ. അടുത്തെത്തിയാൽ മാത്രമേ നൂല് പാകി ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാകൂ. 1 മാസം ചിലവഴിച്ചാണ് നൈലോൺ നൂലിൽ ഇത് പൂർത്തിയാക്കിയത്. ചിത്രത്തിനായി 300 ആണികളും 3600 മീറ്റർ കറുത്ത നൈലോൺ നൂലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. 5000-ഓളം പ്രാവശ്യം നീളത്തിൽ നൂല് വരിഞ്ഞാണ് ചിത്രം ഒരുക്കിയത്. സ്വന്തമായി തുടങ്ങുന്ന യൂട്യൂബ് ചാനലിൽ വ്യത്യസ്തതയുള്ള ഒരു ചിത്രം ഇടണമെന്ന ചിന്തയാണ് നൂലിൽ ചിത്രം രൂപകൽപ്പന ചെയ്യാൻ ഏബനെ പ്രേരിപ്പിച്ചത്. നൂലുകൾ ഇഴകളായി വിരിഞ്ഞ് ചിത്രം തീർത്തപ്പോൾ ഏബൻ വിചാരിച്ചതിലും കൂടുതൽ മനോഹരവും. ഏകദേശം 300 ആണികളും 3600 മീറ്റർ ത്രെഡും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 5000 സ്ട്രെയിറ്റ് ലൈൻസ് നൂലും കൊണ്ട് വന്നിട്ടുണ്ട്. 1 മാസം എടുത്ത് ഞാൻ തുടങ്ങിയിട്ട്. അപ്പം ഏകദേശം തീർക്കണമെങ്കിൽ നൂല് ഒന്ന് നെയ്യണമെങ്കിൽ തന്നെ ഒരു 20 മണിക്കൂർ അടുത്ത് വരും. ചിത്രം കാണാനെത്തുന്നവരും ഏബനെ അഭിനന്ദിക്കുകയാണ്. ചെറുപ്പത്തിൽ തന്നെ പെൻസിൽ ഡ്രോയിങ്ങിൽ കമ്പമുണ്ടായിരുന്ന ഏബൻ നൂലിൽ ചിത്രം തീർത്തത് ആദ്യമായാണ്. ന്യൂസ് 18 കട്ടപ്പന. ഇടുക്കി തോപ്രാംകുടിയിൽ സെന്റ് മരിയ ഗൊറോത്തി പള്ളിയിൽ മോഷണം നടത്തിയ പ്രതിയെ മുരിക്കാശ്ശേരി പോലീസ് കോട്ടയം ചിങ്ങവനത്ത് നിന്ന് പിടികൂടി. ആലുവ തൈക്കാട്ടുകര ചക്കിയാക്കൽ പത്മനാഭനാണ് പോലീസിന്റെ പിടിയിലായത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഒക്ടോബർ 22-നാണ് പള്ളിയിൽ മോഷണം നടന്നത്. അൾത്താരയ്ക്ക് സമീപം സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരക്കുറ്റി പുറത്തെടുത്ത് പണം കവർന്ന ശേഷം സെമിത്തേരിക്ക് സമീപം ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടവേള. ഇനി കാർഷിക കേരളം. കാർഷിക വൃത്തിയിൽ വേറിട്ട പരീക്ഷണങ്ങൾ നടത്തി വിജയം കൊയ്യുകയാണ് താമരശ്ശേരി ചെമ്പ്ര സ്വദേശി സുരേഷ്.
വാഴകൃഷിയാണ് പ്രധാനമായും ചെയ്തു വരുന്നത്. വാഴയ്ക്കൊപ്പം മറ്റ് കാർഷിക വിളകളും സുരേഷിന്റെ കൃഷിയിടത്തിലുണ്ട്. താമരശ്ശേരി ചെമ്പ്ര ഒരുവനക്കുന്നുമേൽ സുരേഷ് നിർമ്മാണ തൊഴിലാളിയാണ്. ഇതിനൊപ്പം 2 ഏക്കറോളം ഭൂമിയിൽ വിവിധ ഇനം കൃഷികൾ ചെയ്തു വരുന്നുമുണ്ട്. വാഴയാണ് പ്രധാന കൃഷി. വാഴകൃഷിയിൽ സുരേഷിന്റേത് വേറിട്ട രീതിയാണ്. ഒരു കുഴിയെടുത്ത് 4 വാഴകൾ ഒരുമിച്ച് നട്ടുപിടിപ്പിക്കും. ഇങ്ങനെ ചെയ്താൽ വിളവ് ലഭിക്കില്ലെന്ന് പറഞ്ഞ കൃഷി ഓഫീസർമാർ ഉൾപ്പെടെ സുരേഷിന് മുന്നിൽ തോൽവി സമ്മതിച്ചു. ഒരു വാഴ വെച്ച് പരിപാലിക്കുന്ന ചെലവിൽ 4 വാഴ പരിപാലിക്കാമെന്നതിനാൽ മികച്ച ലാഭം നേടാമെന്നാണ് സുരേഷ് പറയുന്നത്. 4 എണ്ണം വെക്കുന്നത് ഒരു വളം മതി, ഒരു കുഴി മതി. ഒരാളെ കൂലിക്ക് വിളിച്ചാൽ 50 വാഴ ഏകദേശം നടുകയുള്ളൂ. ഒരു വാഴ വെക്കുകയാണെങ്കിൽ അത് 50 വാഴയ്ക്ക് മണ്ണ് ഇടാൻ കഴിയും ഒരാളെ കൊണ്ട്. അത് 900 രൂപ അവർക്ക് കൊടുക്കണം. അപ്പോൾ ഇതാകുമ്പോൾ 50 വാഴയ്ക്ക് പകരം അത് 200 വാഴേൻ്റെ പണിയെടുക്കാം. ഒരേ സമയത്ത് കൊലയ്ക്കുകയും ചെയ്യും. ഒരേ വളവും മതി. 200 ഗ്രാം വളം ഇടുകയാണെങ്കിൽ ആ 200 ഗ്രാം വളം 4 എണ്ണത്തിന് ഇട്ടാൽ മതി. കപ്പ, ചേമ്പ്, മധുരക്കിഴങ്ങ്, കൂർക്ക തുടങ്ങിയവയും സുരേഷ് നട്ടുവളർത്തുന്നുണ്ട്. ഭാര്യ സതിയും മകൻ അർജുനും പിന്തുണയുമായി ഒപ്പമുണ്ട്. ഗെയിൽ പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ കടന്നുപോകുന്ന പ്രദേശത്താണ് സുരേഷിന്റെ കൃഷിയിടം. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് മുൻപും ശേഷവും സുരേഷ് ഇവിടെ പൊന്നു വിളയിക്കുകയാണ്. ന്യൂസ് 18 താമരശ്ശേരി. വേറിട്ട യാത്ര എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തിലാണ് കോഴിക്കോട് കൊടുവള്ളി പന്നൂർ സ്വദേശി ആക്കിബ്. സ്കേറ്റിംഗിലൂടെ കേരളം ചുറ്റിയാണ് ആക്കിബ് ചരിത്രം കുറിച്ചത്. 30 ദിവസത്തെ യാത്ര ആക്കിബിന് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത്. ഇത് കോഴിക്കോട് കിഴക്കോത്ത് പന്നൂർ സ്വദേശി ആഖിബ്. യാത്രാപ്രിയനാണ്. കോവിഡ് കാലത്ത് പലരും പലവിധ യാത്രകളാണ് നടത്തിയത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു യാത്ര നടത്തണമെന്നായിരുന്നു ആഖിബിന്റെ ആഗ്രഹം. മറ്റാരും തിരഞ്ഞെടുക്കാത്ത സ്കേറ്റിംഗ് ആണ് ഇതിനായി കണ്ടെത്തിയത്. പിന്നീട് സ്കേറ്റിംഗ് പഠിച്ചെടുത്തു. കേരള പര്യടനമായിരുന്നു ലക്ഷ്യമിട്ടത്. കോഴിക്കോട് നിന്ന് ആരംഭിച്ച യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചു. തിരിച്ചെത്തി മറ്റ് ജില്ലകളിലൂടെയും സ്കേറ്റിംഗ് നടത്തി. സ്കേറ്റിംഗിലൂടെ ആദ്യമായി കേരള പര്യടനം പൂർത്തിയാക്കുന്നത് ആഖിബാണ്. പല ജില്ലകളിലും സ്കേറ്റിംഗ് പരിശീലിക്കാനുള്ള സംവിധാനങ്ങൾ പോലുമില്ല എന്നാണ് ആഖിബ് പറയുന്നത്. സഹോദരൻ അജ്മൽ ബൈക്കിൽ ആഖിബിനെ പിന്തുടർന്നു. കയറ്റങ്ങളും ഇറക്കങ്ങളും പിന്നിട്ടത് ബൈക്കിൽ പിടിച്ചായിരുന്നു. യാത്രാവിവരങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചു. യാത്രാവിവരം അറിഞ്ഞ നിരവധി പേരാണ് വഴിയോരങ്ങളിൽ കാത്തുനിന്ന് പിന്തുണ നൽകിയത്. പലരും സ്കേറ്റിംഗ് പഠിക്കാനും തയ്യാറായി. പരിശ്രമിച്ചാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുമെന്ന ചിന്ത യുവതലമുറയിലേക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞതായി ആഖിബ് പറയുന്നു. ന്യൂസ് 18 കൊടുവള്ളി. കോതമംഗലം ഇരുമലപ്പടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിന്നിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ഇതോടെ യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. AM റോഡിൽ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിന്നിലാണ് മാലിന്യം തള്ളുന്നത്. ഇരുമലപ്പടി പടിഞ്ഞാറേ കവലയിൽ ബസ് കാത്തു നിൽക്കുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ ദൂരയിടങ്ങളിൽ നിന്ന് പോലും ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയെറിയുന്ന വേസ്റ്റ് പാടത്ത് കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇത് ചീഞ്ഞഴുകി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ്. മാലിന്യ നിക്ഷേപം ഗുരുതരമായ പരിസര മലിനീകരണവും ആരോഗ്യ പ്രശ്നവും സൃഷ്ടിക്കുന്നുണ്ട്. NH-ൽ നിന്ന് 5 മീറ്റർ പോലും ദൂരമില്ലാത്ത ഈ പാടശേഖരത്തിൽ അനവധി ആയ ലോഡ് കണക്കിന് മാലിന്യം കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും ഈ തൊട്ടടുത്ത് കാണുന്ന 3 മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത പഞ്ചായത്ത് പണിത് കൊടുത്ത വെയിറ്റിംഗ് ഷെഡിൽ ചേർന്ന് ആളുകൾക്ക് നിൽക്കാൻ പാടില്ലാത്ത പോലെ സ്മെല്ലും, അതുപോലെ ഇവിടെ ഈ കുടിവെള്ളത്തിലേക്ക് ഈ മാലിന്യം ഈ പാടശേഖരം വഴി ഇത് നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന കിണറുകളിലേക്കാണ് ഇതിൻ്റെ മാലിന്യം എത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോതമംഗലം. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.